ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോം എന്ന് പറയുന്നത് വിജയ് നമ്പീശൻ്റെ മദ്രാസ് സെൻട്രൽ എന്നുള്ളൊരു വർക്കാണ്. വിജയ് നമ്പീശൻ ഒരു പോയറ്റാണ്, റൈറ്ററാണ്. ഹിസ് ഓൾസോ എ ക്രിട്ടിക് ആൻഡ് ആസ് വെൽ ആസ് എ ജേർണലിസ്റ്റ് ആണ്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെമിനി എന്നുള്ള ബുക്ക് ഇദ്ദേഹവും ജീത് തൈലും അതുപോലെ തന്നെ ഡോം മൊറീസും കൂടി ഓതർ ചെയ്തിട്ടുണ്ട്. ജെമിനി എന്നുള്ളത് ബുക്ക് ഓഫ് പോയട്രി ആണ്. പിന്നെ ജീത് തൈലിൻ്റെ ഡെബ്യൂ ബുക്കാണ്. ആൻഡ് നമ്പീശൻ്റെ ഓൺ ഇൻഡിപെൻഡൻറ്റ് ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആസ് ആൻ എത്തിക് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ പോയട്രി പ്രൈസിൽ വിന്നറായിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള മദ്രാസ് സെൻട്രൽ എന്നുള്ള പോമാണ് അദ്ദേഹത്തിനെ ആ വിന്നറാക്കി മാറ്റിയത്. അതായത് 1988 ഓൾ ഇന്ത്യ പോയട്രി പ്രൈസ് കിട്ടിയ ഒരു പോമാണ് മദ്രാസ് സെൻട്രൽ എന്നുള്ളത്. ആൻഡ് IIT മദ്രാസിൽ നിന്നാണ് അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്തത്. പിന്നെ നോവലിസ്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫ് കാവേരി നമ്പീശൻ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പോയത്തിലോട്ട് കിടക്കാം. സോ ഇതൊരു ട്രെയിൻ യാത്രയാണ് കാണിക്കുന്നത്. ആൻഡ് തീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതെന്ന് വെച്ചാൽ ടൈം ഈസ് റണ്ണിങ് ഔട്ട്. സോ അതിനുള്ളിൽ നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കുക, അതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് ആൻസയ്ക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മദ്രാസ് സെൻട്രലിലാണ് ട്രെയിൻ നിൽക്കുന്നത്. അപ്പം ഫസ്റ്റ് ആൻസയ്ക്കകത്ത് പറയുന്നത് ഒരു ബ്ലാക്ക് ട്രെയിൻ അത് അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, ട്രെയിൻസ് ഒക്കെ യൂഷ്വലി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വി ക്യാൻ ഹിയർ എ ഹിസ്സിങ് സൗണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഹിസ്സിങ് സൗണ്ടിനെ, ആ സൈലൻസ്, അത്രയും നേരം ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന സൈലൻസിനെ എന്താ പറയുക, ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഹിസ്സിങ് സൗണ്ടോട് കൂടി ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പായി. ആ ഹിസ്സിങ് സൗണ്ടിനെ അതായത് വെള്ളത്തിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രമോ മെറ്റലോ ഒക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെ ചൂട് പോകുമ്പോൾ ഒരു സൗണ്ട് വരും, അതിനോടൊപ്പം കുറച്ച് പുകയും വരും. അതുപോലെ ആണ് ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പായെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ആൻഡ് ദെൻ ഹീസ് ആസ്കിങ് ദി പോർട്ടർമാരുടെ അടുത്ത് പറയുവാണ്, പ്ലീസ് ഡോണ്ട് റഷ്. അതായത് പെട്ടെന്ന് ഓടി നടക്കാതെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ. കാരണം ഒരു നല്ല ജേർണി കഴിഞ്ഞിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വരുവാണ്. നല്ല ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു എനിക്ക്, അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് റെസ്റ്റ് എടുക്കണം. സോ പ്ലീസ് സ്ലോ ഡൗൺ. അതായത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ പതുക്കെ ഒന്ന് കുറയ്ക്കും. നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ആകും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ഡൗൺ ആകുമെന്ന് ഇദ്ദേഹം പോർട്ടേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്. അതായത് ഹി ജസ്റ്റ് വോണ്ട് കംപ്ലീറ്റ് സൈലൻസ് അറൌണ്ട് ഹിം ബിക്കോസ് എന്താണ്, ഹി ഹാസ് കംപ്ലീറ്റഡ് എ ലോങ് ഡെസ്പറേറ്റ് ജേർണി ആൻഡ് നൗ ഹി വാണ്ടഡ് ടു ടേക്ക് റെസ്റ്റ്. ദെൻ സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്, ആ ഒരു ലോങ് റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ, റെയിൽസ് ഉണ്ടല്ലോ, അതിങ്ങനെ അദ്ദേഹം നോക്കുവാണ്. അതിങ്ങനെ ഡിസ്റ്റൻസിൽ നോക്കിയപ്പോൾ അദ്ദേഹം ട്രെയിനിൽ നിന്ന് ജനലിൽ കൂടെ നോക്കിയപ്പം പുറകിലോട്ട് നോക്കിയപ്പോൾ എന്താണ്, അവർ ഇത്രയും നാൾ, അതായത് ഇപ്പം ഈ ട്രെയിൻ വന്ന വഴി ഇങ്ങനെ ബാക്കിൽ അതിൻ്റെ ആ ഒരു റെയിൽ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ കാണുവാണ്. അതിങ്ങനെ പാമ്പ് പോലെ വളഞ്ഞ് എന്താണ് നല്ല ഡിസ്റ്റൻസിൽ ഇങ്ങനെ കിടക്കുവാണ്. സോ അദ്ദേഹം പറയുന്നത്, ടുമോറോ വിൽ കം ബിഫോർ ഐ നോ ഇറ്റ്. അതായത് പെട്ടെന്ന് തന്നെ സമയം പോവും. പുറകോട്ട് ആ ഒരു യാത്രയെക്കുറിച്ച് അദ്ദേഹം പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു റെയിൽവേ ട്രാക്ക് കണ്ടു. അതിങ്ങനെ നീളത്തിൽ സ്ട്രെച്ച് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുവാണ്, നാളെ എന്നുള്ളൊരു ദിവസം പെട്ടെന്ന് ദാന്നും പറഞ്ഞിങ്ങി വരും. ഞാനത് അറിയത്തു പോലുമില്ല, നമ്മളത് റിയലൈസ് ചെയ്യത്തു പോലുമില്ല. വളരെ ഫാസ്റ്റായിട്ടാണ് ടൈം അല്ലെങ്കിൽ ഡേ സ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുവാണ്. ആൻഡ് ദെൻ ഹീസ് സെയിങ്, എനിക്ക് 2 പ്ലേസസിൽ ഒരുമിച്ച് എത്താൻ സാധിക്കുകയില്ല. ആൻഡ് ദാറ്റ് ഇസ് ആക്സിയോമാറ്റിക് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരാൾക്കും 2 പ്ലേസിൽ ഒരുപോലെ എത്താൻ സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു പ്ലേസിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ ഹ്യൂമൻ ബീങ്സ് അത് ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്രവും മാജിക്കോ ഒന്നും അറിഞ്ഞുകൂടാ. സോ നമ്മൾ എന്താണ്, ഒരു സ്ഥലത്തെ നമുക്കൊരു അറ്റ് എ ടൈം നമുക്ക് വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ആ ടൈമിൻ്റെ ആ ഒരു ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഒരു ദിവസം ഒരു സമയത്ത് 2 ഇടത്ത് എത്താൻ പറ്റുകയില്ല. അതായത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ് എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദെൻ ഈസ് ആസ്കിങ് ദി ഓഡിയൻസ് അല്ലെങ്കിൽ ദ റീഡേഴ്സ്, കം വി വിൽ ഗോ ആൻഡ് ഡ്രിങ്ക് എ ഫിൽത്തി കപ്പ് ഓഫ് ടീ ഇൻ എ ഫിൽത്തി റെസ്റ്റോറൻറ്റ്. ഇനി അദ്ദേഹം പറയുവാണ്, സമയം എന്തായാലും പെട്ടെന്ന് പോവാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ഒരു എവിടെന്നെങ്കിലും കാണുന്ന ഒരു റാൻഡം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു റാൻഡം ആയിട്ടൊരു ടീ അങ്ങ് കുടിച്ചാലോ. ഫിൽത്തി മീനിങ് എന്താ, അഗ്ലി അല്ലെങ്കിൽ ഡേർട്ടി എന്നല്ല ഇവിടെ പറയുന്നത്. ഒരു റാൻഡം റെസ്റ്റോറൻറ്റിൽ വിത്തൗട്ട് ഈവൻ ജഡ്ജിങ് വെദർ ദി റെസ്റ്റോറൻറ്റ് ഇസ് ഗുഡ് ഓർ നോട്ട്, ഐ എം ഗോയിങ് ടു ഡ്രിങ്ക് റാൻഡം ടീ ഫ്രം എ റാൻഡം റെസ്റ്റോറൻറ്റ്, കം ജോയിൻ മീ എന്ന് പറയുവാണ്. ബിക്കോസ് ടൈം ഈസ് റണ്ണിങ് ഔട്ട് ആൻഡ് വി ഡോണ്ട് ഹാവ് എനി ടൈം ടു സ്റ്റോപ്പ് ഹിയർ ആൻഡ് ദെയർ ടു ജഡ്ജ് ദി ഓർ ടു ഡിസൈഡ് വെദർ ദിസ് ഹോട്ടൽ ഇസ് ഗുഡ് ഓർ നോട്ട്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിലാക്സ്. ഇനി അദ്ദേഹം പറയുകയാണ്, റിലാക്സ് ചെയ്തിരിക്കാനും പറ്റത്തില്ല. കാരണം എന്താ, ടൈം പോയിക്കൊണ്ടിരിക്കുവാണ്. ദെൻ
പക്ഷേ എൻ്റെ ഹെഡ് ഇങ്ങനെ സ്പിൻ ചെയ്യുവാണെന്നാണ് പറയുന്നത്. അതായത് എനിക്ക് ചെറുതായിട്ടൊന്ന് തല കറങ്ങുന്നു. സ്ലോവർ ആൻഡ് സ്ലോവർ ദ ജേർണി എന്ത് ചെയ്യുകയാണ്, റിസീഡ് ചെയ്ത് പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് എൻ്റെ ഈ ഒരു ടൈം ഉണ്ടല്ലോ, എർത്തിലുള്ള ടൈം, അതായത് ഐ എം നിയറിങ് ടുവേർഡ്സ് ഡെത്ത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലൈഫിലെ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഡു നോട്ട് തിങ്ക് ഐ ഷാൽ സ്മോക്ക് എ സിഗരറ്റ് നൗ, ടൈം ഇനഫ് ഫോർ ദാറ്റ്. അതായത് ഇപ്പം എനിക്ക് സിഗരറ്റ് ഒന്നും സ്മോക്ക് ചെയ്യാൻ തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ റിലാക്സ് ചെയ്യാനോ തോന്നുന്നില്ല. എനിക്ക് അതായത് ടൈം ഒന്ന് കളയാൻ വേണ്ടി തോന്നുന്നില്ല. ഒരു സിഗരറ്റ് വലിച്ച് പതുക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് അത് അനുവദിക്കുന്നില്ല. ആൻഡ് ബിക്കോസ് എന്തുകൊണ്ടാണ്, ഇദ്ദേഹം പറയുവാണ് എല്ലാം ഒക്കെ സെറ്റായോ, അതായത് ഞാൻ യാത്ര തുടങ്ങിയപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ, എൻ്റെ യാത്ര കംപ്ലീറ്റ് ആയോ, അല്ലെങ്കിൽ എൻ്റെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് ഫോർ ദി 100th ടൈം ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പോവുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം ചെക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ വാളറ്റ് ഉണ്ട് ആൻഡ് ദി വൈറ്റ് നൈലോൺ ബാഗ് ഉണ്ട്. പിന്നെന്താണ്, അതിനകത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, അതെല്ലാം ഫൈനായിട്ടിരിക്കുവാണ്, കുഴപ്പമൊന്നുമില്ല. ബുക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ നോട്ട്സ് ഉണ്ട്, അതെല്ലാം ഔട്ട്സൈഡ് പോക്കറ്റിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രൗൺ കേസ് ഉണ്ട്, അതിൻ്റെ സ്ട്രാപ്സ് എല്ലാം സെക്യൂർ ആണ്. അപ്പോൾ അതാരും ചെയ്തിട്ടില്ല, അതാരും മിസ്പ്ലേസ് ചെയ്തിട്ടില്ല, അതെല്ലാം അവിടെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഹിസ് ആക്ച്വലി ഫീലിംഗ് എന്താ പറയുക, സേഫ് ആൻഡ് സെക്യൂർ. അതായത് 100th ടൈമാണ് അദ്ദേഹം ചെക്ക് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, എന്തെങ്കിലും മോഷണം പോയോ, എന്തെങ്കിലും കാണാതെ പോയോ, എന്തെങ്കിലും മിസ്പ്ലേസ്ഡ് ആയോ എന്ന്. ആൻഡ് ദെൻ ലാസ്റ്റ് ആൻസറിക്കകത്ത് പറയുന്നത് ഐ ഹാവ് എവറിത്തിങ് ഐ ബിഗാൻ ദ ജേർണി വിത്ത്. അതായത് ഞാൻ ജേർണി തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. ആൻഡ് ഓൾസോ എ മെമ്മറി ഓഫ് മൈ സെറ്റിംഗ് ഔട്ട് വെൻ ഐ വാസ് കൺഫ്യൂസ്ഡ്, സോ കൺഫ്യൂസ്ഡ്. അതായത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മൈൻഡ് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐ വാസ് സോ കൺഫ്യൂസ്ഡ്. സോ എൻ്റെ ആ ഒരു ടൈമിലുള്ള മെമ്മറി അല്ലെങ്കിൽ ആ മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്. ആൻഡ് ഹി സസ് ടെറിഫൈങ് ടു തിങ്ക് വി ഹാവ് സച്ച് പവർ ടു ഓൾട്ടർ അവർ സ്റ്റേറ്റ്സ്. അതായത് ഓരോ കാര്യങ്ങൾ വരികയും ഓരോ കാര്യങ്ങൾ പൊക്കോണ്ടും ഇരിക്കുവാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു പവർ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ആ ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്യാനൊരു പവർ. അതായത് ജേർണിയുടെ ആദ്യം ഞാൻ വളരെ ടെറിഫൈഡ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും എടുത്തോ, ജേർണി എങ്ങനെയായി തീരും എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേഷനിൽ നിൽക്കുമ്പം ഐ ഫീൽ സെക്യൂർ. കാരണം എൻ്റെ സാധനങ്ങളെല്ലാം കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് ഇദ്ദേഹം പറയുവാണ്. സോ ആദ്യത്തെ ആ ഒരു കൺഫ്യൂഷനും ടെറിഫൈങ് ആയിട്ടുള്ള ആ ഒരു നേച്ചറൊന്നും ഇപ്പോൾ ഇല്ല. ആൻഡ് താങ്ക്സ് ടു അവർ മൈൻഡ്, ബിക്കോസ് മൈൻഡിന് ഈ ഒരു സിറ്റുവേഷനെ ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു പവർ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നോ വെയർ വി ആർ നോട്ട് വാണ്ടഡ്. അതായത് അദ്ദേഹം പറയുവാണ് എവിടെയാണോ നമ്മൾ വേണ്ടാത്തത് അവിടെ നമ്മൾ പോവാതിരിക്കാനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ ഓഫ് മൈൻഡ് നമുക്കുണ്ട്. നമുക്ക് ഡിസൈഡ് ചെയ്യാം. വേറെ ആരും നമുക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യേണ്ട കാര്യമില്ല. We can ourselves decide whether to go or not to that place, അല്ലെങ്കിൽ to meet that person, to eat that thing, to not smoke a cigarette, അല്ലേ? സോ അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. സോ ആൻഡ് ക്യാരി അവർ അൺവാണ്ടഡ്നെസ് സംവെയർ എൽസ്. അതായത് നമ്മളെ വേണ്ട അടുത്തടുത്ത് നമ്മളും പോകത്തില്ല. സോ ആ ഒരു പവർ നമ്മുടെ മൈൻഡിനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് മാജിക്കൽ പവർ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ടൈം ഇങ്ങനെ പെട്ടെന്ന് തീരുവാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് അസ് ഹു ഡിസൈഡ് എന്താണ്, വെദർ ടു ഗോ ടു എ പ്ലേസ് ഓർ നോട്ട്, വെദർ ടു eat something or drink something or not from this particular place or from that particular place. Okay, it is up to us and we decide that. We decide our fate എന്നാണ് ഇദ്ദേഹം ഇൻഡയറക്ട്ലി പറയുന്നത്. നമ്മുടെ ആ ഒരു അൺവാണ്ടഡ്നെസ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ മൈൻഡിൽ തോന്നുവാണെങ്കിൽ നമ്മളവിടെ പോകണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഒരു കൈൻഡ് ഓഫ് അൺവാണ്ടഡ്നെസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ജേർണി നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ടൈമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ പിന്നെ പവർ ഓഫ് മൈൻഡ് അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോമാണ്. വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണ് എഴുതി പോയേക്കുന്നത് അദ്ദേഹം. ടൈമുണ്ട്, ലൈഫുണ്ട്, ഡെത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്ലോ ഡൗൺ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദെൻ അനദർ തിങ് ഇസ് എന്താണ്, നമ്മുടെ ടൈമിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്ന എന്നുള്ളത് ഇൻഡയറക്ട്ലി ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആസ്ക് ഇൻ ദി കമൻറ്റ് ബോക്സ്. താങ്ക് യു.